ശേഷം അവൻ അവിടെ വെയിറ്റിംഗ് റൂമിൽ പോയിരുന്നു. ആവണി നീലിന്റെ കരാർ സൈൻ ചെയ്യൽ നടക്കാൻ പോകുന്ന കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. വരാനിരിക്കുന്ന കരാറിന്റെ സന്തോഷം ഗായത്രിദേവിയുടെ മുഖത്ത് തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ആവണി മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഷാനവാസിനെ കാത്തിരിക്കുന്ന ഗായത്രിദേവിയെയും നീലിനെയും ആവണി കണ്ടു. അവളുടെ ഡിസൈൻ മേശപ്പുറത്ത് നിരത്തിയിരുന്നു. അതേസമയം നിരവധി സ്റ്റാഫുകളും ചുറ്റും ഇരിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ന് ആവണിക്ക് അവിടെ ഇരിക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ഒരു മൂലയിലേക്ക് നടന്ന് അവിടെ നിന്നു. അപ്പോഴേക്കും ഷാനവാസിന്റെ സെക്രട്ടറി ആ കോൺഫറൻസ് റൂമിന്റെ വാതിലിലൂടെ അകത്തേക്ക് കടന്നു വന്നു. എല്ലാവരും എഴുന്നേറ്റ് അയാളെ സ്വീകരിച്ചു. അയാൾ ടേബിളിൽ വച്ചിരിക്കുന്ന ഡിസൈൻ ശ്രദ്ധാപൂർവ്വം നോക്കി. ഷാനവാസിനെ കാത്തിരിക്കുമ്പോൾ പകരം സെക്രട്ടറിയെ അവിടെ കണ്ടപ്പോൾ തന്നെ ഗായത്രിദേവിയുടെ കണ്ണുകളിൽ എന്തൊക്കെയോ സംശയം മിന്നിമറഞ്ഞു. താമസിയാതെ സെക്രട്ടറി താൻ കൈവശം വെച്ചിരുന്ന ഫയൽ അവിടെ വച്ചിട്ട് തന്റെ ഇരിപ്പിടത്തിലിരുന്നു. ഗായത്രിദേവിയുടെ കണ്ണുകൾ അപ്പോഴും വാതിലിന്റെ അവിടേക്ക് തന്നെ തിരിഞ്ഞു. മിസ്റ്റർ ഷാനവാസ് ഇതുവരെ എത്തിയിട്ടില്ലേ? അദ്ദേഹത്തിന് പകരമായി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നത്? അവരുടെ ശബ്ദത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് സെക്രട്ടറി അവരെ തടഞ്ഞു. ഞാനിവിടെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി വന്നതല്ല. മീറ്റിയോർ കമ്പനി മിസ്റ്റർ നീലുമായുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഗായത്രിദേവിയും നീലും കേട്ടത് വിശ്വസിക്കാനാവാതെ മിഴിച്ചിരുന്നു. ആവണി പോലും ഞെട്ടി ചുറ്റും നോക്കി. അവളുടെ മുഖത്ത് ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഗായത്രിദേവി പെട്ടെന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. മിസ്റ്റർ നീലുമായി ഇന്ന് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ സെക്രട്ടറിയുടെ സ്വരം ഉറച്ചതായിരുന്നു. യാതൊരു സംശയത്തിനും അവിടെ ഇടമില്ല. ഇല്ല, എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. ഇത് ചെയർമാന്റെ നേരിട്ടുള്ള ഓർഡറാണ്. നീലിന്റെ മുഖം ചുവന്നു. അവൻ കൈകൾ ആംറസ്റ്റിൽ അടിച്ച് ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഇത് ശരിക്കും ചെയർമാന്റെ ഓർഡർ തന്നെയാണോ? അതോ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനിക്കുകയാണോ? എനിക്ക് മിസ്റ്റർ ഷാനവാസിനോട് സംസാരിക്കണം. അദ്ദേഹം എവിടെ? നീൽ, മിണ്ടാതിരിക്കെ. ഗായത്രിദേവി ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു. അവർ അവനെ വീണ്ടും സീറ്റിലേക്ക് ഇരിക്കാൻ നിർബന്ധിച്ചു. സെക്രട്ടറിയുടെ മുഖം മാറുന്നത് ഗായത്രി ശ്രദ്ധിച്ചു. കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്. കാര്യമറിയാതെ വെറുതെ എടുത്തു ചാടിയാൽ ഉള്ളതും കയ്യിന്ന് പോവും. അവർ കാര്യങ്ങൾ ശാന്തമാക്കാൻ ശ്രമിച്ചു. സോറി നീൽ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ ചാടിക്കയറി സംസാരിച്ചതാണ്. അവനുവേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നില്ല എന്ന പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ കാരണം? ഗായത്രി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് സെക്രട്ടറി അതിലിടപെട്ടു. ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മീറ്റിയോർ ഗ്രൂപ്പ് ഇനി മിസ്റ്റർ നീലിനൊപ്പം പ്രവർത്തിക്കില്ല. നീൽ നിരാശയോടെ മുന്നോട്ട് ചാഞ്ഞു. പക്ഷേ ഞാൻ ഇന്നലെ ചെയർമാനുമായി സംസാരിച്ചതാണല്ലോ. എന്റെ ഡിസൈൻ അദ്ദേഹത്തിന് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ പെട്ടെന്നൊരു രാത്രി കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ സ്വന്തം തീരുമാനം മാറ്റാൻ കഴിയും? അത് കേട്ട സെക്രട്ടറി പരിഹാസത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഡിസൈനോ? നിങ്ങളാണ് ശരിക്കും ഈ ഡിസൈൻ ഉണ്ടാക്കിയതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാമായിരിക്കും, അല്ലേ മിസ്റ്റർ നീൽ? അതും പറഞ്ഞ് അയാൾ ടേബിളിന്റെ മുകളിലൂടെ ഒരു ഫയൽ എറിഞ്ഞു. നീലിന്റെ തൊണ്ട വരണ്ടു. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് നന്നായി അന്വേഷിച്ചു. സെക്രട്ടറി പുച്ഛത്തോടെ തുടർന്നു. നിങ്ങൾ കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. പാതി വഴിയിൽ പഠനം നിർത്തി. അപ്പോ പിന്നെ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഡിഗ്രി എവിടെ നിന്നാണ് ലഭിച്ചത്? അതൊക്കെ പോട്ടെ, ഇനി കഴിവുണ്ടെങ്കിൽ അതൊന്നും വിഷയമല്ലല്ലോ. പക്ഷെ നിങ്ങൾ മുമ്പ് ചെയ്ത വർക്കെല്ലാം ഞങ്ങൾ നോക്കി. അതൊന്നും ഞങ്ങൾക്കൊട്ടും പരിഗണിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പറയൂ, പെട്ടെന്നിങ്ങനെ ഒരു ഡിസൈൻ മനസ്സിൽ തോന്നാൻ മാത്രം എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? ഈ കഴിവ് ഇത്രയും കാലം എവിടെയായിരുന്നു? ദയവായി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നീലിന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ തല താഴ്ത്തി നിന്നു. ഇനി എന്തു ചെയ്യും എന്ന ഭാവത്തിൽ അവൻ മെല്ലെ ഗായത്രി ദേവിയെ നോക്കിയപ്പോൾ അവരും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവരുടെ മുഖത്ത് നാണക്കേടുണ്ട്. തന്റെ നുണ ഇത്ര പെട്ടെന്ന് പുറത്തു വരുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സെക്രട്ടറി അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയെ തന്നെയാണ് കൊള്ളയടിക്കുന്നത്. നിങ്ങൾ നാണം കെടുക തന്നെ ചെയ്യണം. ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ ജയിലിലാക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ അവസാന വാക്കുകളോടെ സെക്രട്ടറി പോവാൻ വേണ്ടി എഴുന്നേറ്റു. എന്നിട്ട് ഫയലുകൾ എടുത്ത് ആ കോൺഫറൻസ് റൂം വിട്ടു. അവർ പോയതിനു ശേഷവും ആരും ഒന്നും സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ആരെയും നേരിടാൻ കഴിയാതെ നീലും ഗായത്രി ദേവിയും കണ്ണുകൾ താഴ്ത്തി നിന്നു. എന്നാൽ ആവണി മറ്റൊരു അമ്പരപ്പിലായിരുന്നു. ആദിത്യൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആദിത്യൻ വെറുതെ ഊഹിച്ചു പറഞ്ഞതാവുമോ? അതോ അവൻ സത്യം മുഴുവൻ നേരത്തെ അറിഞ്ഞിരുന്നോ? ആവണിയുടെ ഹൃദയം ആകെ അസ്വസ്ഥമായി. മറുവശത്ത് നീൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ഗായത്രി ദേവി നാണക്കേട് കൊണ്ട് തലകുനിച്ചിരിക്കുകയാണ്. എല്ലാം കിട്ടി എന്ന ഭാവത്തിൽ എല്ലാവരുടെ മുമ്പിലും വളരെ അഹങ്കാരത്തോടുകൂടി നിന്നതായിരുന്നു. പക്ഷെ അവർക്കിപ്പോഴും ഇതിന്റെ പിന്നിലെ കഥ മനസ്സിലാവുന്നില്ലായിരുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഒരു രാത്രി കൊണ്ട് എങ്ങനെ ചെയർമാന്റെ മനസ്സ് മാറി? ഇതിന് പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. അതാരാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം, നീൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അതും പറഞ്ഞ് നീൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഗായത്രി ദേവി അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. അതിനിടയിൽ ആവണി ആകെ സന്തോഷത്തിലായിരുന്നു. തന്നെ ചതിച്ചവർക്കെല്ലാം ഇന്ന് പണി കിട്ടിയിരിക്കുന്നു. ആദിത്യൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു.
ആവണി നേരെ ആദിത്യനോട് കാര്യം പറയാൻ വേണ്ടി വെയിറ്റിംഗ് റൂമിലേക്ക് പോയി. അവളുടെ പ്രസന്നമായ മുഖം കണ്ടപ്പോൾ തന്നെ ആദിത്യൻ കാര്യം ഊഹിച്ചു. അവൾ സന്തോഷത്തോടെ പറഞ്ഞു, ആദിത്യ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. അവൾ കൂടുതൽ എന്തെങ്കിലും പറയാൻ തുടങ്ങും മുമ്പ് നീൽ അവിടേക്ക് കയറി വന്നു. അവർ രണ്ടുപേരും ചിരിക്കുന്നത് കണ്ട് അവന് ദേഷ്യം തിളച്ചു മറിഞ്ഞു. അവൻ പൊട്ടിത്തെറിച്ചു. ഓ, അപ്പോ എന്റെ ഊഹം ശരിയാണ്. ആവണി, നീയാണ് ഇതെല്ലാം ചെയ്തതല്ലേ? എന്നിട്ട് നിനക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്നാൽ ആവണി അപ്പോൾ തന്നെ തിരിച്ചടിച്ചു. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്റെ ഡിസൈൻ മോഷ്ടിച്ചു, എന്നിട്ട് അതിൽ നിന്റെ പേര് വെച്ച് എന്നെ ചതിച്ചു. അതിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ സത്യം പുറത്തായപ്പോ നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ? നീൽ അവളെ പരിഹസിച്ചു. ആണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ചെയർമാന്റെ മനസ്സ് മാറ്റാൻ മാത്രം നീ എന്താണ് ചെയ്തത്? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. ഈ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടി നീ അയാളുടെ കൂടെ കിടന്നു എന്നൊന്നും പറഞ്ഞേക്കല്ലേ മോളെ. അതും പറഞ്ഞ് അവൻ ആവണിയുടെ നേരെ ചെന്നു. പക്ഷെ ആദിത്യൻ ഉടനെ തന്നെ അവന്റെ തോളിൽ പിടിച്ചു തടഞ്ഞു. മതി. ആദിത്യൻ നീലിനെ നോക്കി മുന്നറിയിപ്പ് നൽകി. ആവണിക്കെതിരെ ഇനി ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെട്ടാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നീൽ അപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നു. നീ എന്ത് ചെയ്യുന്ന? എന്നെ കൊല്ലൂ? നിന്നെ പോലുള്ള ഒരുപാട് എണ്ണത്തിന് ഞാൻ എന്റെ കാൽ കീഴിൽ കൊണ്ടു നടക്കുന്നതാണ്. നിനക്ക് പക്ഷെ സ്വന്തം ഭാര്യയെ പോലും കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. എന്നിട്ടാണോ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഇവൾ ആരുടെയൊക്കെ ഒപ്പം പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇന്നലെ രാത്രി ഇവൾ ചെയർമാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. വേണമെങ്കിൽ നീ ഇവളോട് തന്നെ ചോദിക്കേ. എന്നിട്ട് അയാളെ അങ്ങ് മയക്കിയെടുത്ത് എനിക്കെതിരെ തിരിച്ചു. അതുകൊണ്ടാണ് അയാൾ എന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാതെ പോയത്. ആദിത്യന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതൊന്ന് ആലോചിക്കാതെ അവൻ നീലിന്റെ മുഖത്ത് ശക്തമായി ഇടിച്ചു. അവന്റെ മൂക്കിൽ നിന്ന് രക്തമൊഴുകി. നീൽ നിലത്തേക്ക് വീണു. എടാ, എന്നെ അടിക്കാൻ മാത്രമായോ? നീൽ മൂക്കിലെ രക്തം തുടച്ച് മുന്നോട്ട് കുതിച്ചു. പക്ഷെ ആദിത്യൻ അവന്റെ കോളറിൽ പിടിച്ചു വലിച്ചു. എന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വന്നേക്കരുത്. ഇനി ഉണ്ടായാൽ ഇതൊന്നുമല്ല അടുത്ത തവണ. നീ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കില്ല. ആദിത്യനെ ഇത്രയും ദേഷ്യത്തോടെ ആവണി കാണുന്നത് ഇതാദ്യമായിരുന്നു. അവൾ പെട്ടെന്ന് അവന്റെ കൈ മുറുകെ പിടിച്ചു. ആദിത്യ, അവനെ വിട്ടേക്ക്. ഇവരോടൊന്നും തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോവാം. അവൾ ആദിത്യനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ആ വഴക്ക് കണ്ട ഓഫീസ് ജീവനക്കാർക്ക് അപ്പോഴേക്കും ഗോസിപ്പിന് ഒരു പുതിയ വിഷയം കിട്ടിയിരുന്നു. എന്നാൽ നീൽ അവരെ എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് ആവണിയെയും ആദിത്യനെയും തന്നെ നോക്കി. അവൻ അലറി, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. സെക്യൂരിറ്റി, ഇവരെവിടെ നിന്ന് പുറത്താക്ക്. ഇനി മുതൽ ഇവരെ രണ്ടിനെ ഇവിടെ കാണാൻ പാടില്ല. അവൻ ദേഷ്യത്തോടെ തന്റെ ക്യാബിനിലേക്ക് തിരിഞ്ഞു. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് ശക്തമേറിയ ഒരു അടി അവന്റെ മുഖത്ത് പതിച്ചത്. ഒരു നിമിഷം ഒരു ഇരുട്ട് വന്നു. അവന്റെ കാഴ്ചയെ തന്നെ മൂടി. അവൻ തല ഉയർത്തി മുന്നിലേക്ക് നോക്കിയപ്പോൾ ഗായത്രി ദേവി അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. മുത്തശ്ശി, എന്താ ഇത്? ഞാൻ നീലിന്റെ ശബ്ദമിടറി. ഗായത്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ജീവനക്കാർ പെട്ടെന്ന് അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ആരും അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ഗായത്രി ദേവി കലിതുള്ളി നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടും നീ എന്താ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കുകയാണോ? എന്താ നിന്റെ പ്രശ്നം? ഇതെന്റെ ഓഫീസാണ്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇവിടെ കാണിക്കണം, അതാരായാലും. അത് പറയുമ്പോൾ അവർ ആവണിയെയും ആദിത്യനെയും ഇടം കണ്ണിട്ട് നോക്കി. നീൽ ആകെ തളർന്നു. മുത്തശ്ശി, സോറി. ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ എന്റെ കൺട്രോൾ പോയി. എനിക്കാകെ ദേഷ്യം വന്നു. മതി. അവർ അവനെ തടഞ്ഞു. ഇതിന് പിന്നിൽ ആരായാലും ഞാൻ കണ്ടുപിടിക്കും. നീ ഇനി ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ തന്നെ ചെയർമാന്റെ അടുത്തേക്ക് പോയി കാര്യം സംസാരിച്ചോളാം. അതും പറഞ്ഞ് ഗായത്രി ദേവി അവിടെ നിന്നും പോയി. മീറ്റിയോറിന്റെ ഓഫീസാണ് അവരുടെ ലക്ഷ്യം. നീൽ ആകെ മരവിച്ചു. അവൻ തന്റെ കുത്തുന്ന കവിളിൽ പിടിച്ചു.